ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹെൽപ്പിംഗ് ഹാൻഡ്സ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് 7ാം ക്ലാസ്സിലത്തെ ഫസ്റ്റത്തെ ചാപ്റ്ററായ വിളയിക്കാം നൂറുമേനി അഥവാ ടുവേഴ്സ് എ 100-fold yield എന്ന ചാപ്റ്ററാണ്. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ നൂറുമേനി ഫലം ലഭിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് സസ്യങ്ങൾ നടേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നെല്ലാമാണ് ഈ പാഠം നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പല രീതിയിൽ സസ്യങ്ങൾ നടുന്നുണ്ട്. അതിലൊന്നാണ് നമ്മൾ വിത്തെടുത്ത് നടുന്നത്. ഇങ്ങനെ ഒരു വിത്തെടുത്ത് സസ്യം നടുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു? ഈ വിത്ത് എന്ന് പറയുന്നത്, നമ്മൾ വിത്തെടുക്കുന്ന സസ്യം എന്ന് പറയുന്നത്, അതിൻ്റെ മാതൃസസ്യം എന്നത് ഒരുപാട് പ്രായം ചെന്നതാകാൻ പാടില്ല. അതുപോലെ തന്നെ പുതിയതായിട്ട് വളർന്നു വന്ന സസ്യവും ആകാൻ പാടില്ല. ഒരു മധ്യകാലത്തിലുള്ള സസ്യമായിരിക്കണം നമ്മൾ. ഇതിൻ്റെ മാതൃസസ്യത്തിൽ നിന്ന് വേണം നമ്മൾ വിത്തെടുക്കാൻ. അതുപോലെ തന്നെ ഈ വിത്തെന്ന് പറയുന്നത്, അതിൻ്റെ ഫലമെന്ന് പറയുന്നത് എന്തായിരിക്കണം? നന്ന പാകമായി, മൂത്ത് പാകമായി ഇതിൽ നിന്ന് വേണം നമ്മൾ, ഫലത്തിൽ നിന്ന് വേണം നമ്മൾ വിത്തെടുക്കാൻ. Seed should be collected from a ripened fruits producing during the middle of the plant's lifespan. അതായത് ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്ന് വേണം നമ്മൾ വിത്ത് ശേഖരിക്കാനായിട്ട്. അപ്പോൾ എന്താണ് ഗുണമേന്മയുള്ള വിത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നന്നായി പാകമായ ഫലത്തിൽ നിന്ന് എടുക്കുന്ന വിത്ത്. അതുപോലെ തന്നെ ഗുണമേന്മയുള്ള, നല്ല ആരോഗ്യമുള്ള മാതൃസസ്യത്തിൽ നിന്ന് എടുക്കുന്ന വിത്ത് എന്നിവയൊക്കെയാണ് ഗുണപ്രദമായ വിത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Good quality seed should be selected for better yield for this. The respective plant and fruit should also have good quality. നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാതൃസസ്യത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം, നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം, നല്ല മാതൃസസ്യമായിരിക്കണം. ഗുണമേന്മയുള്ള വിത്ത് നമുക്ക് കിട്ടണമെങ്കിൽ പാകമായ ഫലത്തിൽ നിന്ന് വേണം നമ്മൾ വിത്ത് ശേഖരിക്കാനായിട്ട്. നമ്മൾ പല പല നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ പുതിയ സസ്യങ്ങൾ നിർമ്മിക്കാനായിട്ട്. ഏതെല്ലാമാണവ? വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം, അതായത് റൂട്ട് സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഇവയൊക്കെ നമ്മൾ പുതിയ സസ്യങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കറിവേപ്പ്, ഇഞ്ചി, ഇലമുളച്ചി, കുരുമുളക് എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. കറിവേപ്പാണെങ്കിൽ വേരിൽ നിന്നാണ് ഉണ്ടാകുന്നത് പുതിയ സസ്യങ്ങൾ. ഇഞ്ചി ആണെങ്കിൽ അതിൻ്റെ ഭൂകാണ്ഡമാണ്. ഇലമുളച്ചി ആണെങ്കിലോ ഇലയിൽ നിന്നാണല്ലേ ഉണ്ടാകുന്നത്. കുരുമുളകാണെങ്കിൽ അതിൻ്റെ തണ്ടാണ് നടുന്നത്. ഇങ്ങനെ സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതൊരു അലൈംഗിക പ്രത്യുൽപാദനമാണ്. അപ്പോൾ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്? ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ് ഫ്രം എ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, stem, leaf and underground stem is called vegetative propagation. This is a kind of asexual reproduction. അതായത് സസ്യങ്ങളുടെ ഭാഗങ്ങളായ ഇല, വേര്, തണ്ട്, കാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇതൊരു അലൈംഗിക പ്രത്യുൽപാദനമാണ്. ഇത് ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ ശീമപ്ലാവ് എന്ന് പറയുന്നത് വേരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ടെക്സ്റ്റിലൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാണ്ഡത്തിൽ നിന്നുണ്ടാകുന്നതാണ് മുരിങ്ങ. ഇപ്പോൾ ഇലയിൽ നിന്നുണ്ടാകുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലമുളച്ചി. അതുപോലെ തന്നെ ഭൂകാണ്ഡത്തിൽ നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇഞ്ചി പറഞ്ഞു. പിന്നെ പുതുതായിട്ട് കാച്ചിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാച്ചിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഭൂകാണ്ഡത്തിൽ നിന്നാണല്ലേ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, വിത്തിൽ നിന്ന് നമ്മൾ സസ്യങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിന് പറയുന്ന പേരെന്തായിരിക്കും? സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദനം എന്നതാണ് വിത്തുകൾ മുഖേന തൈച്ചെടികൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേര് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ്. മുരിങ്ങ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, കുറച്ച് മുമ്പ് ടീച്ചർ പറഞ്ഞല്ലോ ഈ മുരിങ്ങ കാണ്ഡത്തിൽ നിന്ന് നമുക്ക് മുരിങ്ങയെ ഉണ്ടാക്കാമെന്ന്. അതും ശരിയാണ്. അതായത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയും കായിക പ്രജനനത്തിലൂടെയും നമുക്ക് മുരിങ്ങ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു സസ്യമാണ്, ഈ രണ്ടും ഉൾക്കൊള്ളുന്ന ഒരു സസ്യമാണ് ശീമക്കൊന്ന. അതും ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയും കായിക പ്രജനനത്തിലൂടെയും നിർമ്മിക്കപ്പെടുന്ന പുതിയ സസ്യമാണ്. വിളയിക്കാം നൂറുമേനി എന്ന അധ്യായത്തിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇത് ശരിക്കും തറവായിട്ട് നമുക്ക് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് തുടർന്നുള്ള കോൺസെപ്റ്റുകൾ ശരിക്കും നമുക്ക് മനസ്സിലാക്കി സംശീകരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചാണ് എൻ്റെ അടുത്ത വീഡിയോകൾ വരിക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.